വീണ ജോർജിനെ പിന്നെ അങ്ങനെ വ്യക്തിപരമായി ആക്രമിക്കാനൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല. അത് ഗവൺമെൻറ്റിന് കഴിവുണ്ട്, ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമൊന്നും ഞങ്ങൾ അതൊരു കുഴപ്പമില്ല. എന്താണ് വീണ ജോർജ് ചെയ്ത് തെറ്റ്? അതാരും പറയുന്നില്ല. കേരളത്തിലെ പിന്നെ ആരോഗ്യമേഖല പിന്നെ തകർന്നു. കേരളത്തിലെ ആരോഗ്യമേഖല വളരെയല്ലേ ചെയ്യുന്നത്. ഇതെന്താ അവരെന്ത് ചെയ്തു? കേരളത്തിലെ പിന്നെ പ്ലെയിൻ തകർന്നു. വ്യോമയാന വകുപ്പ് മന്ത്രി രാജിവെച്ചു. ബഹുമാനായ രമേശിനകത്ത് എല്ലാ ബഹുമാനം വെച്ച് ഞാൻ പറയാം, കേരളത്തിലെ ആരോഗ്യമേഖല വെന്റിലേറ്ററാണ് തകർന്നു. ആരെ സൂചിപ്പിക്കാൻ വേണ്ടി പറയും? കേരളത്തിലെ പൊതുജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു മേഖലയാണ്. വെറും പാവപ്പെട്ടവന്റെ അത്താണിയാണ് കേരളത്തിലെ ഈ ആശുപത്രി. ഈ PHSകളും ഈ CHSകളും ഈ താലൂക്ക് ജില്ലാ ഹോസ്പിറ്റലും മെഡിക്കൽ കോളേജും തകർന്നാൽ സമ്പന്നന്മാർക്കൊന്നും കുഴപ്പമില്ല. ഇവരുടെ പാവപ്പെട്ടവൻ്റെ അവസ്ഥ എന്തായിരിക്കും? ബഹുമാനായ രമേശിൻ്റെ അങ്ങനെ ഒരു വാക്ക് പറയാമോ? വെന്റിലേറ്ററാണോ കേരളത്തിലെ പിന്നെ ആരോഗ്യമേഖല? അപ്പോൾ ആരുടെ താല്പര്യത്തിന് വേണ്ടി? കേരളത്തിലെ വളർന്നു വരുന്ന ചില കുത്തക സ്ഥാപനങ്ങൾ അവരെ സഹായിക്കണമെങ്കിൽ കേരളത്തിൻ്റെ പൊതു ആരോഗ്യമേഖല തകരണം. അതാണ് വീണ ജോർജിനോടുള്ള ദേഷ്യം. മറ്റു മന്ത്രിമാർ പലരോടും ദേഷ്യമില്ലല്ലോ. അവരോട് ദേഷ്യമില്ലാത്തത് ഇപ്പം അവർ ആവശ്യമില്ല. ഇപ്പം ആവശ്യം ഈ കോപ്പറേറ്റീവുകളുടെ ഹോസ്പിറ്റലുകൾക്ക് സഹായം ചെയ്ത് കൊടുക്കണം. അതാണ്. ഇത് വെന്റിലേറ്ററാണെന്ന് പറഞ്ഞാൽ അവിടെ ആൾ കറുത്തുള്ളൂ. അറുത്ത് മേടിക്കാൻ ആളുകൾ അങ്ങോട്ട് തലവെച്ച് കൊടുക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ്. ഈ കേരളത്തിലെ പ്രതിപക്ഷത്തെ നല്ലതുപോലെ കേരളത്തിൽ ജനങ്ങൾക്കറിയാം. വെറും സ്വകാര്യ ആശുപത്രിയല്ല, മൾട്ടിനാഷണൽ കമ്പനികൾ വന്ന് ധാരാളം ആശുപത്രികൾ കേരളത്തിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ തുടങ്ങിയ സാധാരണ ആശുപത്രിയല്ല, മൾട്ടിനാഷണൽ കടന്നു വന്നിരിക്കുകയാണ് ഈ കേരളത്തിന്റെ ആരോഗ്യമേഖലയിൽ. കാരണം കേരളം അതിന് നല്ല വളക്കൂറുള്ള മണ്ണാണെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തി, ഒരു പാവപ്പെട്ടവൻ ഒരു ഗൾഫിൽ പോയി അല്ലെങ്കിൽ ഒരു അമേരിക്കയിൽ പോയി 50 രൂപ ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് അവൻ്റെ ആശുപത്രി തുടങ്ങി അത് വളർന്നു. ഇപ്പോൾ പരിമല ആശുപത്രി ഉണ്ട്, അല്ലെങ്കിൽ പുഷ്പഗിരി ഉണ്ട്. അതൊന്നും അല്ല ഞങ്ങൾ എതിർക്കുന്നത്. വലിയ സമ്പന്നന്മാർ, വിദേശ രാജ്യത്ത് വലിയ സമ്പന്നന്മാർ കേരളത്തിലേക്ക് വന്നിട്ട് ധാരാളം വലിയ വൻകിട ഹോസ്പിറ്റൽ വാങ്ങിക്കുകയാണ്. ആ വൻകിട ഹോസ്പിറ്റലുകൾ അവരിവിടെ നിലനിൽക്കണമെങ്കിൽ അതിന് ശക്തമായി ഒരു സഹായം പൊതു ആരോഗ്യമേഖല തകർത്തുകൊണ്ട് അവർക്ക് ചെയ്തു കൊടുക്കണം. അത് പ്രതിപക്ഷത്തിന്റെ ഡ്യൂട്ടിയായിട്ട് അവർ എടുത്തിട്ടുണ്ട്. ഇതന്നെ കാര്യം. വേറെന്താ പ്രശ്നം? ഈ ആരോഗ്യ മേഖലയിലെ നമ്പർ 1 എന്ന് നമ്മൾ പറയുമ്പോഴും മന്ത്രിമാർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്നതിനെയാണ് ഇപ്പോൾ കൂടുതൽ വിമർശനം വരുന്നത്. അത് പുതിയ കാര്യം. മന്ത്രിമാരെന്താ സ്വകാര്യ ആശുപത്രി എല്ലാവരും പോകത്തില്ല. സ്വകാര്യ ആശുപത്രി മന്ത്രിമാരും പോകും, സാധാരണക്കാരനും പോകും, അല്ലാത്തവരും പോകും. ഏത് ആശുപത്രിയാണോ ആദ്യം നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്ന അങ്ങോട്ട് പോകും. മെഡിക്കൽ കോളേജിൽ പോകുന്ന എത്ര മന്ത്രിമാരുണ്ട്? ഞാൻ പോയത് മെഡിക്കൽ കോളേജിലാണ്, കുഴപ്പമൊന്നും സംഭവിച്ചില്ല. ചിലർ സ്വകാര്യ ആശുപത്രി പോകും. ഞാൻ സ്വകാര്യ ആശുപത്രി പോയി. ഞാൻ ഡെങ്കിപ്പനി വന്നപ്പോൾ 2019 ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിലായിരുന്നു. ഗവൺമെൻറ് ആശുപത്രി ചികിത്സ കൊണ്ട് ഞാൻ മരിക്കാൻ സാധ്യത വന്നപ്പോൾ എന്നെ അമൃതയെ കൊണ്ടുവന്ന് ശുപാർശ ചെയ്തു. എന്നെ അമൃതയെ കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്ന് 14 ദിവസം ബോധമില്ലായിരുന്നു. ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ അമൃത ഹോസ്പിറ്റൽ മോശമാണ്. അതൊക്കെ ഈ നാട്ടിൽ വ്യവസ്ഥാപിതപരമായ കാര്യമാണ്. അത് ചികിത്സിക്കേണ്ട ഹോസ്പിറ്റൽ എവിടെയും പാ. സ്വകാര്യ മേഖലയിൽ കൂടുതൽ ടെക്നോളജി ഉള്ള ഹോസ്പിറ്റലുണ്ട്. അത്രയും ചിലപ്പോൾ സർക്കാർ ആശുപത്രി വന്ന് കാണത്തില്ല. കാരണം സർക്കാർ ആശുപത്രിയിൽ കൂടുതൽ ആളുകൾ വരുന്ന ഒരു സ്ഥാപനം എന്നതിൽ അതിൻ്റെ ടെക്നോളജി, അതിൻ്റെ സാമ്പത്തികമായ സഹായങ്ങൾ കുറവായിരിക്കും. ഒരു സ്വകാര്യ ആശുപത്രി കൂടുതൽ ടെക്നോളജി വരും. അപ്പോൾ കൂടുതൽ ചികിത്സ അവിടെ കിട്ടും, അങ്ങോട്ട് പോകണം. അതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്താ? സാധാരണക്കാരനെ ആശ്രയിക്കുന്ന പൊതുജനാരോഗ്യ മേഖല തകർക്കാൻ നടത്തുന്ന ഗൂഢാലോചനയാണ്. അതിനകത്ത് ഒരു ബലിയാടാക്കിയിരിക്കുകയാണ് വീണ ജോർജിനെ. ഇല്ല, പാവം സ്ത്രീ അവരെന്ത് ചെയ്തു? അവരെന്ത് ചെയ്യണം? അതുകൊണ്ടല്ലേ എല്ലാവരും ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. അതൊന്നും ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കത്തില്ല, ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കത്തില്ല. വീണ ജോർജിനെ സംരക്ഷിക്കും, പൊതുജനാരോഗ്യത്തെ ഞങ്ങൾ സംരക്ഷിക്കും. സംശയം എന്താ? ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും അവർ അധികാരത്തിൽ വന്ന രൂപത്തിലല്ലേ. കേരളത്തിൽ കോൺഗ്രസിന്റെ 4-5 പേര് മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞിട്ട്, ക്യാബിനറ്റ് മന്ത്രിമാരാണ് തീരുമാനിച്ചു കഴിഞ്ഞിട്ട്, അടുത്ത 1 വർഷം കഴിഞ്ഞ് മത്സരിക്കേണ്ട ഓരോ 30 പേരുടെ ലിസ്റ്റ് ഇപ്പോൾ ഇറങ്ങിയല്ലോ. അപ്പോൾ അവർക്ക് സത്യം പറഞ്ഞ ഇവർക്ക് വട്ടുപിടിച്ചിരിക്കുക, മാനസിക രോഗം വന്നിരിക്കുക. ഭ്രാന്താണ്. കാരണം അധികാര ഭ്രാന്ത്. കാരണം ഇതൂടെ കിട്ടിയില്ല പോയി. ഞങ്ങൾ 3-ാം തവണ വരുമെന്നൊരു തോന്നലിലേക്ക് അവരെത്തി. അതിൻ്റെ ഒരു വിപ്രാളമാണ്. അത് വിപ്രാളം. നിങ്ങളിപ്പോൾ ഇങ്ങനെ ഭ്രാന്താന്ന് പറഞ്ഞ വ്യക്തിയല്ലല്ലോ, അധികാരഭ്രാന്ത്. ആ അധികാരഭ്രാന്തിലേക്ക് അവരെത്തി എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണല്ലോ. മുഖ്യമന്ത്രി സ്ഥാനം ചിലർ തീരുമാനിച്ചു കഴിഞ്ഞു, ചിലർ ക്യാപ്റ്റനാകുന്നു, ചിലർ മേജറാകുന്നു, ചിലർ ജവാനാകുന്നു. ഇങ്ങനെ പല രൂപത്തിലല്ലേ ഇപ്പോൾ ആ പാർട്ടിയുടെ സ്ഥിതി. ഇടതുപക്ഷം ഒന്നുകൂടെ വരുമെന്നുള്ള ഒരു ഭയം അവർക്കുണ്ട്. അതുകൊണ്ട് യാതൊരു സംശയം വേണ്ട, ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഈ കഴിഞ്ഞ 9 വർഷം കേരളത്തിൽ ചെയ്ത വികസനം കേരള ജനങ്ങൾക്കറിയാം. നോക്കൂ, റോഡുകൾ, പാലങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങൾ, ആശുപത്രികൾ, അഭൂതപൂർവ്വ മാറ്റം കേരളത്തിലുണ്ടായത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എന്ത് വികസനം കേരളത്തിൽ നടന്നു? ഞാനത് ഇപ്പോൾ ഭൂമിയിൽ ഞാനത് വിമർശിക്കല്ല. ആ ഗവൺമെൻറ് കാലത്ത് എന്താണെന്ന്
ഈ കേരളത്തിൽ നടന്ന വികസനം ഇടതുപക്ഷത്തിന്റെ കാലത്താണ്. സ്വപ്ന പദ്ധതികൾ, നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകുന്നു, ദേശീയപാത യാഥാർത്ഥ്യമാകുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് ലൈൻ യാഥാർത്ഥ്യമാകുന്നു, മലയോര ഹൈവേ യാഥാർത്ഥ്യമാകുന്നു. ഇത് ചെറിയ കാര്യം കേരളത്തിൽ നടക്കുന്നത്. 65 ലക്ഷം ആൾക്ക് പെൻഷൻ കൊടുക്കുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ ഈ കേരളത്തിൽ 600 രൂപ 1500 എത്തുമ്പോൾ നിങ്ങൾ മീഡിയ അതൊക്കെ സപ്പോർട്ട് ചെയ്യും. ചെറിയ കാര്യങ്ങൾ പറയണ്ട. അതുകൊണ്ട് ഇതൊക്കെ ഒരു സമരമൊക്കെ ഞങ്ങൾക്കറിയാം. പിന്നെ ഇന്നൊരു മഹാൻ പറയുന്നത് കേട്ടു, വീണ ജോർജിനെ സംരക്ഷിക്കാൻ ഇറങ്ങുന്നവന്മാരെ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്നൊക്കെ പറയുന്നത് കേട്ടു. കേരളം എന്താ നല്ല പിടിയില്ലാത്തതുകൊണ്ടാണ്. വെറുതെ ഞങ്ങളെയൊക്കെ ഇറക്കാതിരിക്കുന്നതാണ് അവർക്ക് നല്ലത്.